ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ലിറ്ററേച്ചർ സാഗ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒമർ ഖയാമിൻ്റെ റുബായത്ത് എന്ന വർക്കിലെ ക്വാട്രെയിൻസ് 25 to 28 വരെയാണ്. ടെക്സ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ പലരും ഇതിന് നോട്ട്സ് അവൈലബിൾ ആണോ, നോട്ട്സ് പോസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. പല റിക്വസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നോട്ട്സ് നമ്മളുടെ തന്നെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. www.myliteraturesaga.com എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ ഓരോ വീഡിയോസിൻ്റെയും നോട്ട്സ് അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സും അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് പോയതിലേക്ക് പോവാം. നമുക്ക് പഠിക്കാനുള്ള വേർഷൻ ആക്ച്വലി ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. ആക്ച്വലി ഈ വർക്ക് ഒറിജിനലി എഴുതപ്പെട്ടത് പേർഷ്യൻ ഭാഷയിലാണ്. പിന്നീട് ഇംഗ്ലീഷ് എഴുത്തുകാരനായ എഡ്വേർഡ് ഫിറ്റ്സ്ജെറാൾഡാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വർക്ക് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. നമുക്കിനി ഇതിൻ്റെ പോവറ്റായ ഒമർ ഖയാമിനെ പറ്റി ഒന്ന് നോക്കാം. ഒമർ ഖയാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1048 to 1131 ആണ്. അദ്ദേഹം ഒരു പേർഷ്യൻ ഫിലോസഫർ, പോവറ്റ്, തിങ്കർ, മാത്തമാറ്റീഷ്യൻ, ആസ്ട്രോണമർ ഇതൊക്കെയായിരുന്നു. സോ വി ക്യാൻ റൈറ്റ്ലി കോൾ ഹിം എ പോളിമാത്ത്. ആൻഡ് ഹി ലിവ്ഡ് ഡ്യൂറിംഗ് ദ ഗ്രേറ്റ് സെൽജ്യൂക്ക് എംപയർ. And it is generally believed that Omar Khayyam wrote poetry mainly in quatrains, that is 4-lined stanzas. The poem prescribed for study is also written in quatrains. Omar Khayyamന്റെ എല്ലാ വർക്ക്സും, അതായത് പോയിട്രി, 4 വരി കവിതകളായിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. 4 വരികളാണുള്ളത്. 4 വരികളുള്ള ഓരോ സ്റ്റാൻസാസ് ആണ്. അതിനെയാണ് ക്വട്രെയിൻ എന്ന് പറയുന്നത്. അത് ആ ടൈറ്റിലിൽ തന്നെ വളരെ എവിഡൻ്റ് ആണ്. റുബായ് എന്നുള്ളത് ക്വാട്രെയിൻ അല്ലെങ്കിൽ 4 വരി സ്റ്റാൻസ എന്നുള്ളതിൻ്റെ ഫാഴ്സി വേർഡാണ്. റുബായത്ത് എന്നുള്ളത് ഈ റുബായുടെ പ്ലൂറൽ ഫോമാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ടൈറ്റിൽ റുബായത്ത് എന്ന് വന്നിട്ടുള്ളത്. റുബായത്തിൻ്റെ മീനിങ് 4 വരി കവിതകൾ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. സോ ഒമർ ഖയാംസ് പോയട്രി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ഇംഗ്ലീഷ് റീഡിംഗ് വേൾഡ് ബൈ എഡ്വേർഡ് ഫിറ്റ്സ്ജെറാൾഡ് ത്രൂ ഹിസ് ട്രാൻസ്ലേഷൻസ് ഓഫ് ഖയാംസ് വർക്ക്സ്. ആൻഡ് ദ ടൈറ്റിൽ റുബായത്ത് ഓഫ് ഒമർ ഖയാം was given by Edward Fitzgerald in his 1859 translation, which was done from Persian to English. എഡ്വേർഡ് ഫിറ്റ്സ്ജെറാൾഡ് ഈ വർക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ, അതായത് പേർഷ്യൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം നൽകിയ ടൈറ്റിലാണ് റുബായത്ത് ഓഫ് ഒമർ ഖയാം എന്ന്. അത് 1859 ചെയ്തത്. ഇനി നമുക്ക് ഈ റുബായത്ത് എന്നുള്ള വർക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് നോക്കാം. എന്താണ് അതിൻ്റെ മേജർ തീം? So this work, Rubaiyat, it is arguably the most famous Persian literary work in the world. പേർഷ്യൻ ലിറ്ററേച്ചറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുള്ള വർക്ക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ഈ റുബായത്ത്. ഇതിൽ ഖയാം നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ലൈഫ് വളരെ ഷോർട്ടാണ്. അതുകൊണ്ട് ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റ് മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളൊരു ഫിലോസഫിയാണ് അദ്ദേഹം ഈ റുബായത്ത് എന്നുള്ള വർക്കിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. So Khayyam mainly talks about the brevity of human life, the transience of our life on earth. നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്, ക്ഷണികമാണ്, അല്ലെങ്കിൽ എഫെമറൽ ആണെന്നൊക്കെ നമുക്ക് പറയാം. അതിൻ്റെ ആ ഒരു ട്രാൻസിയൻസ് അതാണ് ഈ പോവത്തിലുടനീളം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. So this blissful visit is too short, and when our time comes, we too shall have to bid goodbye, and our life too shall wither away like a fully bloomed flower, or like a gentle breeze, and vanish into some unknown corner of this world. അദ്ദേഹം പറയുന്നത് ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടാണ്. ഒരു ഫ്ലവറിൻ്റെ ആയുസ് മാത്രമേ അതിനുള്ളൂ. ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകത എന്താണ്? അത് ആദ്യം മൊട്ടാകുന്നു, പിന്നീട് വിരിയുന്നു. വിരിഞ്ഞതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് വാടാനായിട്ട് തുടങ്ങും. വാടിക്കഴിഞ്ഞാൽ പിന്നെ ഉറപ്പാണ് അത് കരിയാൻ തുടങ്ങും. കരിഞ്ഞു കഴിഞ്ഞാൽ അത് പൊഴിഞ്ഞു വീഴും. പൊഴിഞ്ഞു വീണ് കഴിഞ്ഞാൽ അത് മണ്ണിന് വളമായിട്ട് മാറും. ഇത് തന്നെയാണ് മനുഷ്യജന്മവും. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് എങ്ങനെയാണ്? ഒരു വിൻഡിനെ പോലെയാണ്. വിൻഡ് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്കറിയില്ല. അൺനോൺ സോഴ്സിൽ നിന്ന് വരുന്നു, അൺനോൺ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് വിൻഡ് വാനിഷ്ഡ് ആകുന്നു. അതുപോലെ നമ്മളും ഈ ഭൂമി വിട്ട് എങ്ങോട്ടോ പോകുന്നു. അപ്പോൾ ഇത്രയും ഷോർട്ടായിട്ടുള്ള ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളുടെ പിന്നാലെ പോയി നമ്മളുടെ ഈ ഒരു ലൈഫിൻ്റെ ഹാപ്പിനെസ് നമ്മൾ ഇല്ലാതാക്കുന്നു. അതിനെയാണ് ഇവിടെ ഖയാം ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോഴുള്ള ആ ഒരു സമയം, ദ പ്രസൻറ്റ് ടൈം, അത് മാക്സിമം എൻജോയ് ചെയ്യുക എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ദ പോയറ്റ് ടെൽസ് us that there is no need to worry about the unborn tomorrow and the dead yesterday when today is so sweet. എന്തിനാണ് നമ്മൾ കഴിഞ്ഞു പോയ ഇന്ധനങ്ങളെപ്പറ്റി ബോധേഡ് ആവുന്നത്? അതുപോലെ വരാനിരിക്കുന്ന നാളെപ്പറ്റിയും നമ്മൾ
ബോധഡ് ആവേണ്ട ആവശ്യമില്ല, നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി വറീഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയില്ല നമ്മൾ ഈ ഒരു മൊമെൻറ്റ് കഴിഞ്ഞ് കിട്ടുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഈ ഒരു മൊമെൻറ്റാണ് സ്വീറ്റ്, ഈ ഒരു മൊമെൻറ്റാണ് ട്രൂത്ത്. അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. കാരണം ഡെത്ത് എപ്പോഴും നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. ഡെത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ അൾട്ടിമേറ്റ് ലെവൽ ഓർ എ കൈൻഡ് ഓഫ് ഇനെവിറ്റബിലിറ്റി ഫ്രം വിച്ച് ദർ ഇസ് നോ റിട്ടേൺ പോസിബിൾ, അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്ന് ഒന്നുകൂടെ എനിക്ക് ഈ ലൈഫ് ജീവിക്കണമെന്ന് വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ടൈം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക എന്നാണ് ഒമർ ഖയ്യാം പറയുന്നത്. സോ എൻജോയ് ദ പ്ലെഷേഴ്സ് ഓഫ് ദ ബ്ലിസ്ഫുൾ പ്രസൻറ്റ് ബിഫോർ വി ടു ഷാൽ സെറ്റിൽ ടു ഡസ്റ്റ്. ഇനി എഡ്വേർഡ് ഫിറ്റ്സ്ജെറാൾഡ് ഇദ്ദേഹത്തിൻ്റെ ഈ വർക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ആമുഖത്തിൽ അല്ലെങ്കിൽ പ്രിഫേസിൽ ഇദ്ദേഹത്തിൻ്റെ ഫിലോസഫിയെ വിളിച്ചത് എപ്പിക്യൂറിയൻ ഫിലോസഫി എന്നാണ്. അതായത് ജീവിതം സുഖിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ള ആ ഒരു ഫിലോസഫി അല്ലെങ്കിൽ സിദ്ധാന്തമാണ് എപ്പിക്യൂറിയൻ ഫിലോസഫി. പക്ഷെ അതാണ് സത്യമായിട്ടുള്ള കാര്യം. പിന്നീട് ഇതേ ഫിലോസഫി തന്നെയാണ് വലിയ തിങ്കേഴ്സ് ലൈക്ക് നീഷെ, കാമോ, സാർട്ര് ഇവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഇവരുടെയൊക്കെ തിയറീസിലും ഫിലോസഫീസിലും ഒക്കെ ഇതിൻ്റെയൊക്കെ ഓരോ ട്രേസ് നമുക്ക് കാണാം. ഇനി ഈ റുബായത്ത് എന്നുള്ള പോയത്തിൽ ഒരുപാട് ഓട്ടോബയോഗ്രഫിക്കൽ എലിമെൻറ്റ്സ് ഉണ്ട്. അതുകൂടെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, പോയറ്റ് കമ്പയർ ചെയ്യുന്നത്, ലൈഫിനെ കമ്പയർ ചെയ്യുന്നത് ഒരു ഫുള്ളി ബ്ലോസംഡ് ഫ്ലവറുമായിട്ടാണ്. അതുപോലെ പോയറ്റ് ചെറുപ്പമായിരുന്നപ്പോൾ അദ്ദേഹം ലൈഫിനെ പറ്റിയും ലൈഫിന് ശേഷമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. അദ്ദേഹം ഇതുപോലുള്ള നിരവധി സെയിൻസിൻ്റെ അടുത്തും സേജസിൻ്റെ അടുത്തും ഒക്കെ പോയി ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. അതായത് ഈ രണ്ട് വേൾഡ്സ്, അതിനെപ്പറ്റിയായിരുന്നു മെയിനായിട്ടുള്ള ഡിസ്കഷൻ. അതായത് ഈ പ്രസൻറ്റ് വേൾഡ്, അതായത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു ഹ്യൂമൻ ലൈഫ് ഓൺ എർത്ത്, പിന്നെ മരണത്തിന് ശേഷമുള്ള ജീവിതം അതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇതുപോലെ റിസർച്ചസ് നടത്തുന്നു. അതിലൊരാളായിരുന്നു ഞാനും എന്ന് പോയിട്ട് പറയുന്നു. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ നടത്തിയ ഈ പർസ്യൂട്ട് ഓഫ് നോളജ് അല്ലെങ്കിൽ അറിവ്, അതാണ് ശരിക്കുള്ള അറിവ് എന്ന് വിചാരിച്ച് ഞാൻ കുറേ സമയം കളഞ്ഞു. ആ സമയം എനിക്ക് പ്രസൻറ്റ് മൊമെൻറ്റ് എൻജോയ് ചെയ്യാമായിരുന്നു, നല്ല രീതിയിൽ എനിക്ക് എൻജോയ് ചെയ്യാമായിരുന്നു. പക്ഷേ അത് ഞാൻ ചെയ്തില്ല. പകരം ഇതുപോലുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോയി ലൈഫിലെ ഹാപ്പിനെസ് നശിപ്പിച്ച് കളഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ദിസ് പോം is also a criticism of the futile quest for knowledge or pursuit of knowledge, and the end result is the realization of the sheer transience of earthly life. അങ്ങനെ അവസാനം ഒരു നാൾ നമ്മളും മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ വിൻഡിനെ പോലെ അൺനോൺ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് നമ്മളും മാഞ്ഞു പോകും. ഈ ഒരു ബോധമാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് ഏറ്റവും വലിയ അറിവ്. അതായത് ലൈഫ് വളരെ ഷോർട്ടാണെന്നും ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റ് മാത്രമാണ് സത്യമെന്നും അത് മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതിലാണ് ശരിയായ ഹാപ്പിനെസ് എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ്. നമ്മൾ ഓരോരുത്തരും ചെറിഷ് ചെയ്യേണ്ട അറിവ് ഇതാണ്. ബാക്കിയെല്ലാം മിഥ്യയാണ് അല്ലെങ്കിൽ നുണകളാണ് എന്നാണ് പറയുന്നത്. ഇനി ഇതേ ഐഡിയാസ് ഷെയർ ചെയ്തിട്ടുള്ള നിരവധി പോയറ്റ്സ് ഉണ്ട്. എൻജോയ് ദി പ്രസൻറ്റ് എന്നുള്ള തീം വരുന്ന മറ്റൊരു പോമുണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ മെറ്റഫിസിക്കൽ പോയറ്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗം പോയറ്റ്സ് ഉണ്ട്. അതിൽ ആൻഡ്രൂ മാർവൽ എന്നുള്ള പോയറ്റ് അദ്ദേഹത്തിൻ്റെ ടു ഹിസ് കോയ് മിസ്ട്രസ് എന്നുള്ള പോയത്തിലും ഇതേ തീം തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. കാർപ്പെ ഡൈം എന്നാണ് ആ തീമിൻ്റെ പേര്. അതായത് എൻജോയ് ദി പ്രസൻറ്റ്. അദ്ദേഹത്തിൻ്റെ കാമുകിയോട് അദ്ദേഹം പറയുകയാണ്, നമുക്ക് സമയമില്ല വേസ്റ്റ് ചെയ്യാനായിട്ട്, സോ കം ലെറ്റ് us ഗെറ്റ് യുണൈറ്റഡ്. സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഒരുപാട് നാളെടുത്ത് പ്രണയിച്ചേനെ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ സമയമില്ല. അതുകൊണ്ട് ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റ് നമുക്ക് എൻജോയ് ചെയ്യാം, ടൈം ഒട്ടും കളയാനില്ല എന്നുള്ളൊരു തീമാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ ഡെത്ത് ഇസ് ദി അൾട്ടിമേറ്റ് ലെവൽ, അതിൽ നിന്ന് ഒരു തിരിച്ചുവരവ് പോസിബിൾ അല്ല എന്നുള്ളൊരു തീം എലിജി റിട്ടൺ ഇൻ ദ കൺട്രി ചർച്ച് യാർഡ് എന്നുള്ള പോയത്തിൽ തോമസ് ഗ്രേയും പറയുന്നുണ്ട്. ക്യാൻ സ്റ്റോറി ഡേൺ ഓർ ആനിമേറ്റഡ് ബസ് ബാക്ക് ടു ഇറ്റ്സ് മാൻഷൻ കോൾഡ് ദ ഫ്ലീറ്റിംഗ് ബ്രെത്ത്. മരണശേഷം ഈ ഭൂമിയിലുള്ള ഒന്നിനും ആർക്കും നമ്മളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഈ ഒരു മൊമെൻറ്റ് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ് ശരിയായ ഹാപ്പിനെസ് എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ വരുന്നത്. ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു പോവത്തിലും കാണാനായിട്ട് കഴിയുന്നത്. ഇനി നമുക്ക് ഓരോ ക്വാട്രെയിൻസും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Quatrain number 25. Why all the saints and sages who discussed of the two worlds so learnedly are thrust like foolish prophets forth, their words to scorn are scattered and their mouths are stopped with dust. അദ്ദേഹം പറയുന്നത്, ഒരുപാട് പേര് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ചെറിയ ലൈഫ്, ആ ഒരു ചെറിയ കാലയളവിൽ
പുതിയ പുതിയ അറിവുകൾ തേടി അലയുന്നുണ്ട്. അതിലൊരു വിഭാഗം ആളുകളാണ് ഈ 2 വേൾഡ്സിനെ പറ്റിയും റിസർച്ച് നടത്തുന്ന ഒരു വിഭാഗം. അതായത് ഈ എർത്തിലെ ലൈഫ്, അതൊരു വേൾഡ്, പിന്നെ മരണത്തിന് ശേഷമുള്ള ലൈഫ്, അതാണ് 2ാമത്തെ വേൾഡ്. അങ്ങനെ നിരവധി സേജസിനെയും സെയിൻസിനെയും എനിക്കറിയാം. അങ്ങനെയുള്ള നിരവധി സേജസിൻ്റെയും സെയിൻസിൻ്റെ അടുത്ത് ഞാനും ഇതേ ചോദ്യത്തിന് ഉത്തരം തേടി പോയിട്ടുണ്ട്. പക്ഷേ എംപ്റ്റി ഹാൻഡഡ് ആയിട്ട് തിരിച്ചിറങ്ങി പോരേണ്ടി വന്നു. എനിക്കൊരു ഉത്തരവും ലഭിച്ചില്ല. അങ്ങനെയുള്ളവർ ശരിക്കും ലൈഫിലെ ഈ ഒരു ഹാപ്പിനെസ് വേസ്റ്റ് ചെയ്യുകയാണ്. ആ ഒരു പ്രസൻറ്റ് മൊമെൻ്റ് എൻജോയ് ചെയ്യുന്നതിന് പകരം അവർ വെറുതെ സമയം നശിപ്പിച്ച് കളയുകയാണ്. സോ ബോത്ത് ദ വൈസ് ആൻഡ് ഹോളി, that is the saints and the sages, who discussed the 2 worlds so keenly, that is the 2 worlds here means this world and the unknown world, that is the one after death. So they too shall face death one day. അവരും ഒരു നാൾ മരണത്തിന് കീഴടങ്ങേണ്ടതായിട്ട് വരുന്നു. മരണത്തിന് വ്യത്യാസമൊന്നുമില്ല, പണ്ഡിതനെന്നോ പാമരനോ എന്നുള്ള വ്യത്യാസം മരണത്തിനില്ല. അവരും ഒരു നാൾ മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വാക്കുകൾ പിന്നെ ആരും ഓർത്തിരിക്കാൻ പോകുന്നില്ല. They too shall be pushed aside as foolish prophets. മരണത്തിന് ശേഷം ഇവരുടെ വാക്കുകൾ പുച്ഛത്തോടുകൂടെ മാത്രമേ ബാക്കിയുള്ളവർ നോക്കി കാണുള്ളൂ. അതുകൊണ്ട് അവരെന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒന്നും നേടിയില്ല. നല്ല ഒരു ജീവിതം, വളരെ ഷോർട്ടായിട്ടുള്ള ഒരു പീരീഡ് വെറുതെ നശിപ്പിച്ചു. Their works to scorn are scattered and their mouths are stopped with dust. അവരുടെ മരണശേഷം അവരുടെ ഫിലോസഫീസ്, അവരുടെ കണ്ടുപിടുത്തങ്ങൾ ഇതെല്ലാം കാറ്റിൽ പറത്തും. അതുമാത്രമല്ല, ഈ വേൾഡ് അവരെ പുച്ഛത്തോടുകൂടെ മാത്രമേ കാണുകയുള്ളൂ. പിന്നീട് അവർക്ക് വോയിസും ഇല്ല. മരണത്തിന് ശേഷം അവർക്ക് വോയിസും ഇല്ല. അതുകൊണ്ട് ലൈഫ് വളരെ ഷോർട്ടാണ്, എഫിമിറൽ ആണ്. ഇവിടെ സ്പീക്കർ നമ്മളുടെ എല്ലാം ഈ ഒരു ഫ്യൂട്ടൈൽ ക്വസ്റ്റ് ഫോർ വിസ്ഡം അതിനെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അതിൽ പോവറ്റും ഇൻക്ലൂഡഡ് ആണ്. നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വാട്രെയിൻ, ക്വാട്രെയിൻ 26. O come with old Khayyam and leave the wise to talk. One thing is certain that life lies. One thing is certain and the rest is lies. The flower that once has blown forever dies. അടുത്ത ക്വാട്രെയിനിൽ അദ്ദേഹം പറയുന്നത്, അതുകൊണ്ട് വയസ്സായിട്ടുള്ളവർ അല്ലെങ്കിൽ സ്വയം ബുദ്ധിശാലികൾ എന്ന് കരുതിയിരിക്കുന്നവർ അവരവരുടെ ഡിസ്കഷൻസുമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ, അവരെ വെറുതെ വിടുക. നമുക്ക് ഈ പ്രസൻറ്റ് മൊമെൻറ്റിനെ പറ്റി ചിന്തിക്കാം. സോ കം വിത്ത് ഓൾഡ് ഖയം. ഇതേ തിരിച്ചറിവ് കുറച്ച് ലേറ്റായിട്ടുണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പോയറ്റിനെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നോടൊപ്പം വരിക, നമുക്ക് ഈ വേൾഡിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാം എന്നാണ് അദ്ദേഹം പറയുന്നത്. Here he says that the only thing that remains same is the truth that life is short. Life flies. It is too short. And the rest we see around are mere lies or different versions of lies. അദ്ദേഹം പറയുന്നത് ആകെക്കൂടെ ഉറപ്പുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫ് വളരെ ഷോർട്ടാണ്. മരണം ഒരു നാളെത്തും. അന്ന് നമുക്കും ഈ വേൾഡിനോട് ഗുഡ് ബോയ് പറഞ്ഞ് പോകേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു ചെറിയ കാലയളവിൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. ലൈഫിനെ ഫുള്ളി എൻജോയ് ചെയ്ത് നമുക്ക് ജീവിക്കാം. കാരണം ലൈഫ് ഷോർട്ടാണെന്നുള്ളത് മാത്രമാണ് ഇന്ന് നമ്മളുടെ ചുറ്റുമുള്ള കാര്യങ്ങളിലെ സത്യമെന്ന് പറയുന്നത്. ബാക്കി നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം നുണകൾ മാത്രമാണ്, അല്ലെങ്കിൽ നുണകളുടെ പല വേർഷൻസാണ്. ഇവിടെ ശരിക്കും ഇതുപോലെ നമ്മളുടെ ആ ഒരു ഫ്യൂട്ടൈൽ ക്വസ്റ്റ് ഫോർ വിസ്ഡം അതിനെയാണ് പോവറ്റ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കണ്ടെത്തുന്ന പല കാര്യങ്ങളും നമുക്കൊരു പ്രയോജനവും ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു സന്തോഷവും പ്രദാനം ചെയ്യാത്തതാണ്. അപ്പോൾ അറിവെന്ന് പറഞ്ഞാൽ കുറേ അറിവ് നേടിയിട്ടും നമ്മൾ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കൊന്നും നേട്ടമില്ല. അൾട്ടിമേറ്റ്ലി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതിലാണ് കാര്യം. അതിന് അദ്ദേഹം ലൈഫിൻ്റെ ഈ ഒരു ബ്രെവിറ്റിയെ റിപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ ഒരു ഫ്ലവറിൻ്റെ ഒരു മെറ്റഫർ അല്ലെങ്കിൽ എനാളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ക്ഷണികമായിട്ടുള്ള നമ്മളുടെ ഈ ലൈഫ് ഒരു ഫ്ലവറിനോട് തുല്യമാണ്. ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ലിവ്ഡ് ആണ്. അതിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ അത് ആദ്യം മൊട്ടാകും, പിന്നീട് വിരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് വാടാനായിട്ട് തുടങ്ങും. വാടിക്കഴിഞ്ഞാൽ പിന്നെ അത് കരിയാനായിട്ട് തുടങ്ങും. കരിഞ്ഞു കഴിഞ്ഞാൽ അത് പൊഴിഞ്ഞു വീഴും, പിന്നെ മണ്ണിനോട് ചേർന്ന് പോകും. അതുപോലെ തന്നെ ഷോർട്ട് ലിവ്ഡ് ആണ് ഹ്യൂമൻ ലൈഫും. ഇതേ ഒരു ഐഡിയ തന്നെയാണ് നമ്മൾ നേരത്തെ പഠിച്ച ലവ്ലി ഈസ് യൂത്ത് എന്നുള്ള പോയത്തിൽ കാളിദാസന് മുന്നോട്ട് വെച്ചിരിക്കുന്നത്, അല്ലേ? ലൈഫ് ഷോർട്ടാണ്, അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീരീഡാണ് യൂത്ത് എന്ന് പറയുന്നത്. ആ ഒരു പീരീഡ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. കാരണം അതിനുശേഷം ഉടനെ തന്നെ അത് കഴിയുമ്പോൾ ഉടനെ തന്നെ മരണം വരും. പിന്നെ ഒരു തിരിച്ചുവരവ് പോസിബിൾ അല്ല എന്നുള്ളൊരു ഐഡിയ അതിലും പറയുന്നുണ്ട്. സോ ഈ ഒരു ക്വാർട്ടറിലും പറയുന്ന ഇതേ കാര്യമാണ്. ലൈഫ് ഇസ് ടു ഷോർട്ട്, പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് മാക്സിമം അതിനെ എൻജോയ് ചെയ്യുക. Now we can move on to the next quatrain, quatrain 27. Myself when young did eagerly frequent doctor and saint, and heard great argument about it and about, but ever more came out by the same door as I went. ഇവിടെ
ഈ ഒരു ക്വാട്രെയിൻ ഹൈലി ഓട്ടോബയോഗ്രഫിക്കലാണ്. നേരത്തെ പറഞ്ഞു, പോയറ്റും ഇതുപോലെ സ്വയം ബുദ്ധിമാന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ പോലെ നോളജിന് വേണ്ടി അലഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുപോലുള്ള ലേണഡ് മെന്നിനെ പലരെയും അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ കൂടെ കൂടി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട് അറിവിന് വേണ്ടിയിട്ട്. പക്ഷേ അവസാനം കിട്ടിയ അറിവ് എന്താണെന്ന് ചോദിച്ചാൽ ലൈഫ് വളരെ ഷോർട്ടാണ് എന്നുള്ള അറിവാണ് ഉണ്ടായത്. അത് ആ ഒരു തിരിച്ചറിവ് ഉണ്ടായപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. So here the speaker says that like many men who believes to be wise, the poet too during his youth had discussions with many learned men, both doctors and saints, who talked authoritatively on knowledge. But ultimately what happened is that he had to make his exit through the same door through which he went inside. പക്ഷേ ഈ ഒരു പസ്യൂട്ട്, ഈ ഒരു അലച്ചിലിന് അദ്ദേഹത്തിന് ഉത്തരം ലഭിച്ചില്ല, അല്ലെങ്കിൽ ഒരു ഫലവും കിട്ടിയില്ല. ഏത് വാതിൽ വഴിയാണോ അല്ലെങ്കിൽ ഏത് ഡോറ് വഴിയാണോ അകത്തേക്ക് പ്രവേശിച്ചത്, വളരെ പ്രതീക്ഷയോടുകൂടെ അകത്തേക്ക് പ്രവേശിച്ചത്, അതേ ഡോറിലൂടെ തന്നെ എംപ്റ്റി ഹാൻഡഡ് ആയിട്ട് നിരാശനായിട്ട് തിരിച്ചു പോരേണ്ടി വന്നു. സോ while he was young, he hoped that worldly wisdom would definitely lead him to new insights, and that door is a metaphor for that. ആ ഡോർ, അതിൻ്റെ ആ ഒരു മെറ്റഫർ ഇത് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് വിസ്ഡത്തിൻ്റെ ആ ഒരു വേൾഡിലേക്ക് പ്രവേശിച്ചത്. പക്ഷേ ഉത്തരമൊന്നും ലഭിക്കാതെ വെറും കൈയോടുകൂടെ തിരിച്ച് അതേ ഡോറിലൂടെ തന്നെ മടങ്ങേണ്ടി വന്നു. സോ ദറ്റ് ഡോർ ഇസ് എ മെറ്റഫർ ഫോർ ദ ഫ്യൂട്ടിലിറ്റി ഓഫ് ദ പർസ്യൂട്ട് ഓഫ് നോളജ്. അതുകൊണ്ട് ആകെ കൂടിയുള്ള സത്യം എന്ന് പറഞ്ഞാൽ ലൈഫ് ഷോർട്ടാണ്, അത് മാക്സിമം എൻജോയ് ചെയ്യുക. നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ആൻസർ. ക്വാട്രെയിൻ 28. With them the seed of wisdom did I sow, and with my own hand labored it to grow, and this was all the harvest that I reaped. I came like water, and like wind I go. നേരത്തെ നമ്മൾ വായിച്ച ആ ഒരു ക്വാട്രെയിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് വേണം ഇതിനെയും വായിക്കാൻ. ക്വാട്രെയിൻ 26 അദ്ദേഹം ലൈഫിനെ ഒരു ഫ്ലവറുമായിട്ടാണ്, ഫുള്ളി ബ്ലൂംഡ് ആയിട്ടുള്ള ഫ്ലവറുമായിട്ട് ഉപമിച്ചു. ഇവിടെ ഒരു ക്രോപ്പായിട്ടാണ് ഈ എൻറ്റയർ പർസ്യൂട്ട് ഓഫ് വിസ്ഡം അതിനെ അദ്ദേഹം ഉപമിച്ചിരിക്കുന്നത്. സോ ദ സ്പീക്കർ അഡ്മിറ്റ്സ് ദാറ്റ് ഹിസ് ലൈഫ് ലോങ് പർസ്യൂട്ട് ഓഫ് വിസ്ഡം ഇസ് ഫ്രൂട്ട്ലെസ്. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ സ്വയം ബുദ്ധിമാന്മാരെന്ന് വിശ്വസിച്ച് ഇതുപോലുള്ള അറിവ് തേടിയുള്ള ഈ അലച്ചിൽ അല്ലെങ്കിൽ പർസ്യൂട്ട് അത് അവസാനം ഫ്യൂട്ടൈലാണെന്നും, അതായത് ഫ്രൂട്ട്ലെസ് ആണെന്നും, ഫലം കാണാത്ത ഒന്നാണെന്നും നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടാകും. പോവറ്റിൻ്റെ അനുഭവത്തിൽ നിന്നാണ് പോവറ്റ് ഇത് പറയുന്നത്. അതിനിവിടെ അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്ന മെറ്റഫർ ഒരു ക്രോപ്പിൻ്റേതാണ്. സോയിങ് സീഡ്സ് ആൻഡ് വെയിറ്റിംഗ് ഫോർ ഹാർവെസ്റ്റ്. So in this quatrain he uses an extended metaphor of sowing seeds and hoping for harvest. വിത്ത് വിതച്ച്, ലേണിങ്ങിൻ്റെ വിത്ത് വിതച്ച് വിസ്ഡം ഹാർവെസ്റ്റ് ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ അവസാനം നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു റിയലൈസേഷൻ, അല്ലെങ്കിൽ അവസാനം നമ്മൾ എന്താണ് റീപ്പ് ചെയ്യുന്നത്, നമ്മൾ കൊയ്യുന്നത് എന്താണ്, നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത് എന്താണ്, ലൈഫ് വളരെ ഷോർട്ടാണെന്നുള്ള ആ ഒരു തിരിച്ചറിവാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മളോട് പോയിട്ട് പറയുന്നത് ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയുക. അവസാനം നമ്മൾ നടത്തുന്ന ഹാർവെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഐ കെയിം ലൈക്ക് വാട്ടർ ആൻഡ് ലൈക്ക് വിൻഡ് ഐ ഗോ എന്നുള്ള തിരിച്ചറിവ് മാത്രമാണ്. എവിടെ നിന്നോ വന്നു, എങ്ങോട്ടോ പോകുന്നു. വാട്ടറിൻ്റെ പ്രത്യേകത എന്താണ്, അത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ഒരു സോഴ്സ് എപ്പോഴും അൺനോൺ ആണ്. വിൻഡ് എങ്ങനെയാണ്, എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ആ ഒരു കാര്യവും അൺനോൺ ആണ്. അതുകൊണ്ട് ലൈഫും അതുപോലെ തന്നെ വളരെ മിസ്റ്റീരിയസ് ആണ്. So here the poet compares the flow of human life to the two uncontrollable elements of nature, water and wind. വാട്ടറിൻ്റെയും വിൻഡിൻ്റെയും പ്രത്യേകത എന്താണ്? ബോത്ത് ആർ അൺകൺട്രോളബിൾ. രണ്ടിൻ്റെയും സോഴ്സ് എന്ന് പറഞ്ഞാൽ അൺനോൺ ആണ്, മിസ്റ്റീരിയസ് ആണ്. സോ ജസ്റ്റ് ലൈക്ക് വാട്ടർ ദറ്റ് കംസ് ഫ്രം എൻ അൺനോൺ സോഴ്സ്, ദ വിൻഡ് ടു ഷാൽ വാനിഷ് ടു എൻ അൺനോൺ പ്ലേസ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ലൈഫ്. അവർ ലൈഫ് ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. വി കം ഫ്രം എൻ അൺനോൺ പ്ലേസ് ആൻഡ് വി ഗോ ടു എൻ അൺനോൺ പ്ലേസ് ആഫ്റ്റർ ഡെത്ത്. In short, human life is too short, transient, ephemeral and menacing. മെനേസിങ്ങും കൂടെ ആണ്, ഏത് സമയത്ത് എന്തും സംഭവിക്കാം. അതുകൊണ്ട് ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റ് നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഐ കെയിം ലൈക്ക് വാട്ടർ ആൻഡ് ലൈക്ക് വിൻഡ് ഐ ഗോ എന്നുള്ള ആ ഒരു ആശയത്തിനോട് സിമിലർ ആയിട്ടുള്ള വരികളാണ് പ്രശസ്ത റൊമാൻറ്റിക് കവിയായ ജോൺ കീറ്റ്സിൻ്റെ ടൂം സ്റ്റോണിൽ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എപ്പിറ്റാഫിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഹിയർ ലൈസ് വൺ ഹൂസ് നെയിം വാസ് റിറ്റ് ഇൻ വാട്ടർ. റിറ്റ് ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വരച്ച വരാൻ നമ്മൾ പറയാറില്ലേ, അതെന്താ, അത് പെട്ടെന്ന് മാഞ്ഞു പോകും, അതിന് ആയുസില്ല. അതുപോലെ തന്നെയാണ് ഹ്യൂമൻ ബീയിങ്സും. മരണത്തിന് ശേഷം ദേ ആർ ഫൊർഗറ്റൻ.
ഇതേ ഐഡിയ തന്നെയാണ് ലവ്ലി ഈസ് യൂത്ത് എന്നുള്ള പോയത്തിൽ കാളിദാസനും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ക്വാട്രെയിൻസിൻ്റെ ഒരു അനാലിസിസ്. ഇനി ഇതിലെ മേജർ തീംസ് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം എന്തെല്ലാമാണ് മേജർ തീംസ് എന്നുള്ളത്. ബ്രെവിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീം. പിന്നെ എൻജോയ് ദ പ്രസൻറ്റ്, കാർപ്പെ ദായം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന എൻജോയ് ദ പ്രസൻറ്റ്. നമുക്ക് ടൈമില്ല, വളരെ ഷോർട്ടാണ് ലൈഫ്, അതുകൊണ്ട് ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റ് നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ള ഒരു തീം. പിന്നെ പർസ്യൂട്ട് ഓഫ് നോളജ് ഇസ് അൾട്ടിമേറ്റ്ലി ഫ്രൂട്ട്ലെസ് എന്നുള്ളൊരു തീം വരുന്നുണ്ട്. നമ്മളുടെ ലൈഫിൻ്റെ നല്ലൊരു ടൈം നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ ഓടി നശിപ്പിച്ച് കളയുന്നു. ആ ഒരു അലച്ചിൽ അല്ലെങ്കിൽ ആ ഒരു പർസ്യൂട്ട് അത് അൾട്ടിമേറ്റ്ലി അത് ഫ്രൂട്ട്ലെസ് ആണ്, ഫ്യൂട്ടൈലാണ്, വിഫലമാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദ റിയലൈസേഷൻ ദാറ്റ് ലൈഫ് ഇസ് വെരി ഷോർട്ട്. ആ ഒരു നോളജാണ് നമ്മൾ ഓരോരുത്തരും ചെറിഷ് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും വലിയ അറിവ്. ഇത്രയാണ് ഇതിലെ മേജർ തീംസ്. പിന്നെ ഇതിൽ ഒരുപാട് ലിറ്റററി ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ട്. ക്വാട്രെയിൻ 25 2 വേൾഡ്സ് അത് സിംബലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഏർത്തിലെ ലൈഫും മരണത്തിന് ശേഷമുള്ള ലൈഫുമാണ്. അതൊരു മെറ്റഫറാണ്. മരണത്തിന് ശേഷം ഈ ലേണഡ് മെൻ, അതായത് സെയിൻസും സേജസും കോമാളികളെ പോലെ മറ്റുള്ളവർ പുച്ഛിച്ച് തള്ളുന്നു എന്ന് പറയുന്നുണ്ട്. ലൈക്ക് ഫുളിഷ് പ്രൊഫറ്റ്സ്, അവിടെ സിമിലി യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ വാക്കുകളും ബാക്കിയുള്ളവരെ കാറ്റിൽ പറത്തുന്നു മരണത്തിന് ശേഷം. പിന്നീട് അവർക്ക് ഒരു വാല്യൂം ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അവിടെ വരുന്നത്. ക്വാട്രെയിൻ 26 ലൈഫ് ഫ്ലൈസ് എന്നുള്ളതിൽ ലൈഫിനെ അവിടെ പെർസോണിഫൈ ചെയ്തിരിക്കുകയാണ്, ഫ്ലൈസ് അല്ലേ. അതുപോലെ ക്വാട്രെയിൻ 26 ഫ്ലവറിൻ്റെ ഒരു മെറ്റഫർ യൂസ് ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ ലൈഫ് ഷോർട്ടാണ്, എങ്ങനെയാണ് ഒരു ഫുള്ളി ബ്ലൂംഡ് ആയിട്ടുള്ള ഫ്ലവറിനെ പോലെയാണ്, അവിടെ മെറ്റഫറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ക്വാട്രെയിൻ 28 ഒരു മെറ്റഫർ ഉണ്ട്, ഒരു ഡോറിൻ്റെ മെറ്റഫറാണ്. അതായത് ഈ ക്വസ്റ്റ് ഫോർ വിസ്ഡം അല്ലെങ്കിൽ പർസ്യൂട്ട് ഓഫ് വിസ്ഡം അൾട്ടിമേറ്റ്ലി ഫ്യൂട്ടൈലാണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഡോറിൻ്റെ മെറ്റഫർ അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ 28 വരുമ്പോൾ സോയിങ് സീഡ്സ് ആൻഡ് ഹോപ്പിംഗ് ഫോർ ഹാർവെസ്റ്റ്, അവിടെ ഒരു ക്രോപ്പിൻ്റെ ഒരു മെറ്റഫർ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്ലവറിൻ്റെ ആ ഒരു മെറ്റഫറിൽ നിന്ന് മാറി ഒരു ക്രോപ്പിൻ്റെ ഒരു മെറ്റഫറാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലാസ്റ്റ് ലൈൻ, കൺക്ലൂഡിങ് ലൈൻ, ഐ കെയിം ലൈക്ക് വാട്ടർ ആൻഡ് വിൻഡ് ഐ ഗോ, ലൈക്ക് വാട്ടർ ഐ കെയിം ഫ്രം സം അൺനോൺ സോൾ, അവിടെ സിമിലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈക്ക് വിൻഡ് ഐ ഗോ, അവിടെയും സിമിലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇമേജസും വരുന്നുണ്ട്. പിന്നെ ഓരോ ലൈനും നമ്മൾ എടുത്ത് പറയേണ്ടത് തന്നെയാണ്, അത്രയും മീനിങ് ഫുൾ ആണ് ഓരോ ലൈനും. ഓരോ ലൈനിലും ഓരോ യൂണിവേഴ്സൽ ട്രൂത്ത്സ് ഉണ്ട്. അതുകൊണ്ട് ഓരോ ലൈൻസും ആഫറിസം ആണെന്ന് നമുക്ക് പറയാം. ആഫറിസം എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ട്രൂത്ത് അല്ലെങ്കിൽ ഒരു ജനറൽ പ്രിൻസിപ്പിൾ ഓരോ ലൈനും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദിസ് വർക്ക് റുബായത്ത്. സോ ഇതിൻ്റെ മെയിൻ തീം എന്താണെന്ന് ചോദിച്ചാൽ ലൈഫ് വളരെ ഷോർട്ടാണ്, അതുകൊണ്ട് ഈ ചെറിയ ജീവിതം നശിപ്പിച്ച് കളയാതെ പകരം ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കുന്നതിലാണ് ശരിയായ സന്തോഷം എന്നാണ് കവി പറയുന്നത്. സോ താങ്ക് യു ഫോർ ലിസ്ണിംഗ് ആൻഡ് വാച്ചിങ്.